ഹായ് കൂട്ടുകാരെ, ഞാൻ സുധീർ പുൽപ്പള്ളി. നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും ഓണമൊക്കെ ആകുമ്പോഴത്തേനും 1-2 പാട്ടുകളൊക്കെ ഇറക്കാറുണ്ട് സ്വന്തമായിട്ട് ലിറിക്സ് മ്യൂസിക്കൊക്കെ ചെയ്തിട്ട്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ലായിരുന്നു പുൽപ്പള്ളി. ഇത് ഇന്ന് സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒട്ടനവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ അബ്സല്യൂട്ട്ലി നല്ല കഴിവുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതേപോലെ അവർക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ ഒരു സ്റ്റുഡിയോയിൽ ഇതിന്റെ സംവിധാനങ്ങളൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മണ്ഡപം പോലെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. ഒരു മോഹനായിട്ട്, ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം. ഒരുപാട് ടാലന്റും ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യന്. ഇത്ര മാത്രം എഴുത്തുകളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, നല്ല ട്യൂണിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഞാൻ ഓണത്തിന് ഒരു ചെറിയൊരു മാറ്റം പറ്റി. 5 പാട്ടാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഓണക്കാലത്തിന് 5 പാട്ട്. അതില് ഒരെണ്ണം മോനാട്ടിന്റെ ആണ്. മോനാട്ടിന്റെ ലിറിക്സും മോനാട്ടിന്റെ ട്യൂണും മാത്രം തന്നു. അത് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്യുമ്പോൾ കാണാം. അപ്പൊ നമുക്ക് മോനായിട്ടിനെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ നാട്ടില് മണ്ഡപമൂല ക്ഷേത്രത്തിലെ ഒരു ഭാരവാഹി കൂടിയാണ്, ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. എൻ്റെ പേര് മോഹനാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ഡപമൂല ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ്. ഞാൻ ആച്ചനള്ളി ഉന്നതിയിലെ ആളാണ്. ഞാൻ ഒരു 20ഓളം വർഷമായിട്ട് ഭക്തിഗാനങ്ങളും കവിതകളും എഴുതുന്ന ആളാണ്. പിന്നെ ഇതുവരെയും ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് പോസ്റ്റ് ചെയ്യുമെങ്കിലും ഇതുവരെയും ഒരു ജനശ്രദ്ധയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ സഹായിക്കാൻ സുജിൻ വണ്ടർബേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അയാളും ഒരു കലാകാരനാണ്. അപ്പോൾ ഒരു കലാകാരന് മാത്രമേ ഒരു കലാകാരനെ സഹായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓണത്തിന് ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണം.